ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയുന്ന വിഷയം സിജോ റോക്കി ബൈനെ കുറിച്ച് ഒരു വെളിപ്പെടുത്തലുണ്ടായി. അതെന്താണ്, അതേക്കുറിച്ച് കൂടുതലാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമുക്ക് നമ്മളെ ഒരാൾ ഇടിക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് കൂടുതൽ വഴക്കിടുകയോ ചെയ്ത് നമുക്ക് അവരോട് ദേഷ്യം തോന്നും. എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ നമ്മളെ ഇടിച്ച് നമ്മൾ തിരിച്ചിടിക്കാറുമുണ്ട്. ഇപ്പം ഇതല്ല ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം റോക്കി സിജോനെ ഇടിച്ചു, പക്ഷേ സിജോ അത് ക്ഷമിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഗെയിമിന്റെ പ്ലാനാണ്, ഗെയിമിന്റെ ഇതുകൊണ്ടാണ് എന്നൊക്കെ. പക്ഷെ പുറത്തിറങ്ങിയ ശേഷം റോക്കിയെ കുറിച്ച് ചോദിച്ചപ്പോൾ സിജോ പറഞ്ഞത് വേറെ ഒന്നുമല്ല. അതേക്കുറിച്ച് നിങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോക്കിയെ കുറിച്ച് പറഞ്ഞത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനത് അവിടെ വെച്ച് തന്നെ തീർന്നില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞാണല്ലോ എനിക്കത് പ്രശ്നമൊന്നുമില്ല, അത് ഗെയിമിന്റെ ഭാഗമായിട്ടേ ഞാനത് എടുത്തിട്ടുള്ളൂ എന്നാണ് സിജോ ഇപ്പോഴും പറയുന്നത്. പിന്നെ സിജോ ഒരു കാര്യം കൂടെ പറഞ്ഞു, റോക്കി എന്നോട് മിണ്ടിയെ ഞാൻ തിരിച്ചും മിണ്ടും, എന്താ മിണ്ടായിരിക്കുന്നത്, അതിന് അത്രയ്ക്ക് പ്രശ്നമൊന്നും എനിക്കില്ല എന്ന് പറയും. അതൊരു വിശാല മനസ്സ് തന്നെയാണ്. സത്യം പറയുകയാണ്. അത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? നമ്മൾ അവിടെ വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അത് സിജോയ്ക്ക് അവിടെ നിൽക്കാനുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള സിജോയുടെ നാടകമാണ്. പിന്നെ ബിഗ് ബോസ് എന്തായാലും റോക്കിയെ പുറത്താക്കുമെന്ന് അറിയാം. പിന്നെ സിജോ പിന്നെ കൂടുതൽ കുറച്ച് ഇതൊക്കെ കാണിച്ച കണ്ടസ്റ്റൻസ് മാറ്റാൻ പറഞ്ഞു. പക്ഷെ അതല്ല, അദ്ദേഹം അവിടെ നിന്ന് അതേ കാഴ്ചപ്പാട് തന്നെയാണ് വെളിയിറങ്ങിയിട്ടും പറഞ്ഞത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, റോക്കി എന്നോട് മിണ്ടിയെ ഞാൻ തിരിച്ച് റോക്കിയോട് മിണ്ടും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു ഇനി പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇനി എന്തായിരിക്കും, ഇനിയിപ്പോൾ സിജോ റോക്കിയെ പിടിച്ച് കേസ് കൊടുക്കുമോ അതോ ഇനി ഇടിക്കുമോ അതേക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പറഞ്ഞു സിജോ അങ്ങനെയുള്ള അതൊരു നല്ലൊരു മനസ്സിൻ്റെ ഒരു ഉടമയായതുകൊണ്ടാണ് സിജോയ്ക്ക് അങ്ങനെ പറയുന്നത്. ഇപ്പം നമ്മളെ ഒരു ഇത് നമുക്ക് ക്ഷമിക്കുക എന്നല്ല ഏറ്റവും വലിയൊരു കാര്യം. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ നമ്മളൊരാൾ എന്തൊരു ഇത് ചെയ്തെങ്കിൽ അത് നമ്മൾ അവരോട് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. അത്രയ്ക്കൊരു നല്ലൊരു വിശാല മനസ്സുള്ളതാണ് സിജോ അത് ആ ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ എന്നോട് മിണ്ടി ഞാൻ തിരിച്ചും മിണ്ടും എന്നുള്ള രീതിയിൽ അങ്ങോട്ട് എടുത്ത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.